അതെ, ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് സഹോദരിമാര് തമ്മിൽ നടക്കുന്ന ഒരു ഫൈറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും. ആ തർക്കത്തിന്റെ ഒടുവിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവള് പാവാന്ന്. അമ്മ വീണ്ടും രണ്ടാവും ഭയങ്കര സ്നേഹത്തിലാവും. അതാണ് സംഭവം. കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സംഭവം. അപ്പൊ അതൊന്ന് ഈ ഡയലോഗ് ഒന്ന് വായിച്ചു കേട്ടോ, നോക്കി. പിന്നെ സാറേ, എനിക്കൊരു സജഷൻ ഉണ്ട്. എന്തായിരുന്നു? ആ രമ്യായിട്ടുള്ള കോമ്പിനേഷൻ ഒഴിവാക്കി തരുമോ? എന്താ പ്രശ്നം? സ്വഭാവം മഹാമോശാണ് സാറേ. എന്റെ ഡയലോഗ് തെറ്റാൻ വേണ്ടിട്ടുള്ള അമ്പലത്തിൽ മുട്ടറക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഒന്നും പറയണ്ട. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഞാൻ ഓളുമായിട്ട് തീരെ ഒക്കൂല. ഒന്ന് ഒഴിവാക്കി തന്ന അത്രയും ഉപകാരം. നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ ആണ് ഇപ്പൊ മൊത്തത്തില്. ഇപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യാ? ഓളെ കണ്ട ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കത് പറയാൻ പറ്റില്ല സാറേ. അയ്യോ, അങ്ങനെ ഈ അതിക്രമൊന്നും കാണിക്കരുത്. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അങ്ങനെ ഈ ഡയലോഗ് പഠിക്കേ. ശരി, സ്വസ്ഥായിട്ടിരുന്ന് പഠിക്കേ. സീതയുടെ മുഖത്തടിക്കുന്ന സുമിത്ര. ഇത് ഞാൻ പൊളിക്കും. ഓ കാരണക്കുട്ടി ഞാൻ അടിച്ചു പറ്റില്ല. വീണ്ടും വഴി പോയി പെട്ടെന്ന് എന്തൊരു മേക്കപ്പ് ചെയ്യും. ഞാൻ ബബീഷിനായിട്ട് 2 സീൻ എടുക്കാണ്ട്. ലെങ്തി സീനാ അത്. ബബീഷിന്റെ കൂടെയോ? എന്തേ? ഓ മൈ ഗോഡ്, അതൊക്കെ ശരിയില്ല സാർ. അതൊക്കെ എന്റെ തോന്നലായിരിക്കൂ. ആ കുട്ടിയെ മുട്ടേന്റെ ആളാ. മുട്ടേന്റെയോ? കൂടോത്രോ. അവൾ എന്റെ വീട്ടില് മുട്ടേന്റെ കൂടോത്രം വെച്ച് ഞാൻ അതിന് മറുകൂടോത്രം ചെയ്ത് അതിനെ പോക്കിയതാ. നന്നായി. അതുകൊണ്ട് എന്ത് വന്നാലും ഓളുമായിട്ട് ഞാൻ ഒക്കൂല. ഞാൻ അവളെ കണ്ട ഞാൻ എന്താ ചെയ്യാന്നറിയില്ല. ഈ കാറിനെ കുട്ടി ഒടിച്ചാൽ മുടിച്ചോളിയോളെ. ചെയ്യരുത് പ്ലീസ്. അല്ല ഇതൊന്നും ചെയ്യരുതേ. മോളാടെ പോയിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് ഇന്നത്തെ ഷൂട്ട് മുടങ്ങുമല്ലോ. ഇതൊക്കെ എങ്ങനെ ഞാൻ വെയിറ്റ് കൊണ്ട് നടക്കും? നോക്കുത്തിന കോലാത്തന്റെ പ്രതിഷ്ഠിച്ചിരിക്കും. പിന്നെന്തൊക്കെയാണ് വിശേഷം? അയ്യോ, നല്ല കമ്മലാണോ? ഇന്നലെ വാങ്ങിയടി. നല്ല രസമുണ്ടേ. അല്ലടി, എന്റെ മുഖത്തൊക്കെ നിറച്ചും പിമ്പിൾസ് ആണല്ലോ. അത് ഈ ഫുഡിന്റെ കേട്ടോ. ആരോഗ്യം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഒരു സജഷൻ പറഞ്ഞുതരാം. ഈ തൈര് എടുക്കുക, കുറച്ച് നെയ്യും കുറച്ച് തേനിട്ടിട്ട് കുഴയ്ക്കുക. എന്നിട്ട് മുഖത്ത് രാവിലെ വൈകുന്നേരം പുരട്ടിയാൽ ഭാവി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടി. എന്തൊക്കെ വെള്ളം കുടിക്കണ്ടേ? ജ്യൂസ് ഇട്ടേ? വേണ്ടടി, ഇരിക്കുന്നല്ലേ. പുതിയത് ഡയമണ്ട് ആണ്. ഈ അഭിനയൊക്കെ ക്യാമറേന്റെ മുന്നിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ എവിടെയോ എത്തിപ്പോയിരുന്നു.